പാണക്കാട്ടു നിന്നുള്ള നിർദ്ദേശമനുസരിച്ചാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുന്നതെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം C. ദിവാകരൻ MLA ആരോപിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ ഭരണത്തിൽ പ്രതിഷേധിച്ച് CPI ജില്ലാ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സമര പ്രചരണ ജാഥ പുനലൂർ KSRTC ജംഗ്ഷനിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ UPA ഗവൺമെന്റ് എന്ന് പറയുന്ന മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിരന്തരമായി ജനദ്രോഹ നടപടികളുടെ പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യൻ ജനതയെ വേട്ടയാടുക. ഏത് വിഷയമെടുത്താലും ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിനും പരിഹാരമില്ല. പണമുണ്ടാക്കുക, സ്വന്തം ഗീശലാക്കുക, ബന്ധുക്കളെ ഉയർത്തിക്കൊണ്ടുവരിക, അതിന് ഈ അധികാരവും ഗവൺമെന്റിനെയും ദുർവിനിയോഗം ചെയ്യുന്ന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പീഡനങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾ പെരുവഴിയിലിറങ്ങുക. വർഗീയ കക്ഷികളുടെ പിടിയിലായ UDF മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭരണസിരാ കേന്ദ്രം പാണക്കാടാണ്. പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനോ സർക്കാർ ശ്രദ്ധ ചെലുത്തുന്നില്ല. സർക്കാർ ചത്ത എലികളെ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുമ്പോൾ ഹോട്ടലുകളിൽ റെയ്ഡ് നടത്തുന്നത് കൊണ്ട് എന്താണ് പ്രയോജനമെന്നും C. ദിവാകരൻ ചോദിച്ചു. മലപ്പുറത്ത് നടന്ന ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയായ MLAക്കെതിരെ പോലും കേസെടുക്കാത്ത പോലീസ് TP ചന്ദ്രശേഖരൻ വധം കൊട്ടിഘോഷിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉദ്ഘാടന യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ VP ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. കൺവീനർ S. രജിരാജ് സ്വാഗതം പറഞ്ഞു. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി K. പ്രകാശ് ബാബു, സെക്രട്ടേറിയറ്റ് അംഗം KR ചന്ദ്രമോഹൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PS സുബാൽ, ജില്ലാ സെക്രട്ടറി R. രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് K. രാജു MLA, CPI പുനലൂർ മണ്ഡലം ആക്ടിംഗ് സെക്രട്ടറി K. രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ജാഥ ക്യാപ്റ്റൻ K. അനിരുദ്ധന് സ്വീകരണം നൽകി. ജാഥയുടെ ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി നഗരത്തിൽ പ്രകടനവും നടന്നു. തിങ്കളാഴ്ച പത്തനാപുരത്ത് പ്രയാണം ആരംഭിക്കുന്ന ജാഥ ആഗസ്റ്റ് 4-ന് സമാപിക്കും. ലൈവ് വാർത്ത പുനലൂർ.